നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസനം വലിയ തോതിൽ പുറകോട്ട് പോയ കാലമായിരുന്നു 2016. എവിടെ നോക്കിയാലും തകർന്നടിഞ്ഞ റോഡുകൾ. എല്ലാ നാട്ടിലും നാഷണൽ ഹൈവേ ആണ് നല്ല നിലക്ക് പ്രവർത്തിക്കുക. ആ നാഷണൽ ഹൈവേയും തകർന്നടിഞ്ഞു കിടക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമായിരുന്നില്ലേ? അതിപ്പോൾ എവിടെ എത്തി? നാഷണൽ ഹൈവേക്ക് വേണ്ടി നാം ആകെ ചെയ്യേണ്ടത് സംസ്ഥാനം സ്ഥലമെടുത്തു കൊടുക്കലാണ്. സ്ഥലമെടുത്തു കൊടുക്കാനുള്ള പൈസ നാഷണൽ ഹൈവേ അതോറിറ്റി തരും. നമുക്കതിന് ചെലവില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നല്ല ഗതാഗത സൗകര്യം ഉണ്ടാവുക എന്നത്. അതിലേറ്റവും പ്രധാനം റോഡുകൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം അതിന് തയ്യാറായില്ല, മുടങ്ങി. നാഷണൽ ഹൈവേ പ്രവർത്തനം ആകെ തകർന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി കേരളം വിട്ടു. ഇതായിരുന്നില്ലേ 2016 സ്ഥിതി? ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നല്ല നിലക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസം കൊണ്ട് നല്ല ഭാഗം പൂർത്തിയാക്കാനാകും. ആ നിലയിൽ കാര്യങ്ങൾ മാറി വന്നു. പക്ഷേ നാം ഓർക്കേണ്ട കാര്യം, നമ്മളതിന് പിഴയൊടുക്കേണ്ടി വന്നു. 5600 കോടിയോളം രൂപ സ്ഥലമേറ്റെടുക്കുന്നതിൻ്റെ ആ വിലയുടെ ഒരു ഭാഗം നമ്മൾ വഹിക്കേണ്ടി വന്നു. കൃത്യസമയത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് UDF ഗവൺമെൻറ് കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് സംസ്ഥാനം ഒടുക്കേണ്ടി വന്ന പിഴ അതായിരുന്നു 5600 കോടി രൂപ. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ പലതും നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം